ഹലോ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PA ജബ്ബാർ ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബഹുമാന്യരായ MP മാർ, ബഹുമാന്യരായ MLA മാർ, ബഹുമാന്യരായ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജബ്ബാർ ഹാജിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായും മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാവിധ സഹായവും ജില്ലാ പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഞാൻ വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. സീൽ വയ്ക്കുമല്ലോ.
ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ബഷീർ സാഹിബ്, അമീത് സാഹിബ്, KP മജീദ് സാഹിബ്, വേദിയിലുള്ള MLA ഉബൈദുള്ള സാഹിബ്, പ്രിയപ്പെട്ട ഇസ്മായിൽ മൂത്തേടം, ബഹുമാന്യരായ മറ്റു നേതാക്കളെ, സഹോദരന്മാരെ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു അനുമോദന ചടങ്ങാണിത്. ജില്ലയിൽ തന്നെ, ഭാരതത്തിൽ തന്നെ ഏറ്റവും നന്നായി ഈ ജനകീയാസൂത്രണ സംവിധാനം നടപ്പിലാക്കി പലവർക്കും പല കാര്യത്തിനും മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ആ വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലകൾ പ്രവർത്തിച്ച എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. അവരെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു നല്ല സദസ്സിലേക്ക് എത്തപ്പെട്ട നിങ്ങളെ ഞാൻ ആദ്യമായി ഈ എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ജില്ലയുടെ സമാധാനത്തിൻ്റെയും നാനോന്മുഖമായ വികസനത്തിനും ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കർമ്മങ്ങളും അതൊരു വലിയ ബാധ്യതയെ ഏറ്റെടുത്ത് നിർവഹിച്ചു പോകുന്ന ആളുകളാണ് ഇവിടെയുള്ള പല ആളുകളും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അനുമോദന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദരണീയനായ ET മുഹമ്മദ് ബഷീർ MP അവരുകളെ അനുമോദന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യനായ നമ്മുടെ പുതുതായി തെരഞ്ഞെടുത്ത അധികാരത്തിൽ വന്നിട്ടുള്ള പ്രഗത്ഭനായ ജബ്ബാർ ഹാജി സാഹിബ് അവർ, ഈ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന ജനനേതാക്കന്മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ കലക്ടർ, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാർ, വളരെ സന്തോഷകരമായൊരു ചടങ്ങാണിത്. ഇവിടെ പുതിയ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്നിരിക്കുന്നു. വളരെ നന്നായി ഇവിടെ ഒറ്റമാലിക്കോയ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നതിന് ജനങ്ങൾ തന്നെ നൽകിയ ഒരു പാരിതോഷികമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെലക്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന് വളരെ പ്രഗത്ഭനായ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ജബ്ബാർ ഹാജി ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നതും വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വായിച്ച രേഖ പോലെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നീതിബോധത്തോടുകൂടി, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഭംഗിയായി നിർവഹിക്കുവാൻ പുതിയ ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ജബ്ബാർ ഹാജിക്കും എല്ലാവിധ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. KP മജീദ് സാർ. വേദിയിലെ പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സാരഥിയായി, ജില്ലാ പ്രസിഡൻ്റായി നമുക്കേവർക്കും പരിചിതനായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് അതുല്യമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജബ്ബാർ ഹാജി ഇവിടെ സത്യവാചകം ചൊല്ലിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു മോഡൽ ഇന്ത്യയിലും കേരളത്തിലും അറിയപ്പെടുന്നതാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ വികസന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് വളരെ പ്രഗത്ഭരായിട്ടുള്ള മെമ്പർമാരാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, പ്രതിപക്ഷമില്ലാത്ത ഏക ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം എന്നതുകൂടി നമ്മൾ ഓർക്കണം. അതുകൂടി കണ്ട് വിമർശനാത്മകമായ രീതിയിൽ കാര്യങ്ങൾ കാണാനും മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വരണാധികാരിയായി, റിട്ടേണിംഗ് ഓഫീസറായി ഒരു 5 മിനിറ്റ് പോലും എടുക്കാതെ വളരെ വേഗത്തിൽ 33 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ PA ജബ്ബാർ ഹാജിയെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ മജീദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമില്ലെങ്കിലും, അതായത് 5 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത് മറ്റൊരു നാമനിർദ്ദേശം, മറ്റൊരാളുടെ പേരുമില്ലാത്തത് കൊണ്ടാണ്.
ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ ഈ ജില്ലയെ നല്ല നേർവഴിക്ക് ഇതിനു മുമ്പുള്ള ഭരണസമിതി നയിച്ചതുപോലെ അവരെ തുടർച്ച എന്നുള്ള നിലക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അബ്ദുൽ ഹമീദ് എം എൽ എ. പ്രിയമുള്ളവരെ, ഇത് സന്തോഷകരമായൊരു മുഹൂർത്തം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വിശേഷണത്തിൻ്റെ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ, ഒരു മുഖവുരയുടെ ഒന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി ഈ ജില്ലയിൽ തന്നെ നിറഞ്ഞ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യം. അദ്ദേഹം പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തേക്കുള്ള ആ കടന്നുവരവിൽ നമുക്കൊക്കെ ഏറെ സന്തോഷിക്കാം. മലപ്പുറം ജില്ല നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതികൾ നിരവധി കേരള മോഡൽ സംഭാവന ചെയ്ത ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഈ ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് ഗുണം ചെയ്യുന്നൊരു ടീമിനെയാണ് 33 പേരെ ഈ മലപ്പുറം ജില്ലയിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ അവർ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതവർ നിർവഹിക്കുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും ഞങ്ങൾക്കൊക്കെയുണ്ട്. പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത്. പക്ഷേ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കേറെ പ്രിയങ്കരനായ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഏവരും ബഹുമാനിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങളിലും ചാനലിലും കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. എന്നിരുന്നാലും ഈ ജില്ലയുടെ വികസന പ്രക്രിയയിൽ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത പദ്ധതികളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തെ കൂടി കേട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ പദ്ധതി നിർവഹണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണ്. ഈ ജില്ലയിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളും പരിപാടികളുമൊക്കെ നമ്മളേറെ സഹായിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് നിരവധി മലപ്പുറം മോഡലുകൾ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചത്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നീതിപൂർവവും നിഷ്പക്ഷവും സത്യസന്ധവുമായിട്ടുള്ളൊരു പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നും, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി എന്നുള്ള നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ജബ്ബാർ ഹാജി അവരിന്നുണ്ടാകുമെന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം. അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഉബൈദുൽ എം എൽ എ. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നേതാക്കൾ ഒക്കെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ
പാർലമെൻ്ററി പാർട്ടി ലീഡർ വെട്ടമാലിക്കോയ തുടങ്ങിയതുപോലെ ഇന്ത്യയിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയായ പദ്ധതി ആവിഷ്കരിച്ച് ജനപ്രീതി പിടിച്ചു പറ്റിയ ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള വേറിട്ട പ്രവർത്തനങ്ങൾ അത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഈ ജില്ലയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. ആ ടീമിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ രാജ്യത്തിനാകമാനം മാതൃകയായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഈ ജില്ലാ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിവിടെ ബഹുമാനായ ജബ്ബാറാജി ആ തൊപ്പി ധരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് 91 പ്രഥമ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായി പ്രിയങ്കരനായ എം ഹസൻ മെഹ്മൂദ് കുരിക്കൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പ്രിയങ്കരനായ KN ഖാദർ സാഹിബ് മിനിത ഞാനുമൊക്കെ അന്നതിൽ അംഗങ്ങളായിരുന്നു. ആ ഒരു പാത പിന്തുടർന്ന് ഈ ജില്ലയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ പ്രിയപ്പെട്ട ജബ്ബാറാജിക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തൻ്റെ സ്വന്തം ഗ്രാമത്തിലെ എളമരം ശാഖ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായി പൊതുപ്രവർത്തനം ആരംഭിച്ച് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവായി പ്രിയപ്പെട്ട ജബ്ബാറാജി മാറിയത് പടിപടിയായി കയറി വന്നതാണ്. ഒറ്റയടിക്ക് ലിസ്റ്റിലിറങ്ങിയ നേതാവല്ല ജബ്ബാറാജി എന്ന് ജബ്ബാറാജി അറിയുന്ന എല്ലാവർക്കും അറിയാം. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം നല്ല ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയാണ് എന്ന് ഒരു 5 വർഷം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായാൻ അവസരം ലഭിച്ചപ്പോൾ ജബ്ബാറാജി പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു. ജബ്ബാറാജി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായി ഉയർന്നു വന്ന ആശയം, നമ്മുടെ നാട്ടിൽ വൃക്കരോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന നിരവധി പാവപ്പെട്ട ആളുകളുണ്ട്. ആ പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തതിന് വേണ്ടി സംവിധാനം ഒരുക്കണം എന്ന ആശയം ഉയർന്നു വരികയും കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചത് പ്രിയങ്കരനായ ജബ്ബാറാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർക്കണം. ആ ജബ്ബാറാജി പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അതിൽ പിന്മാറിയില്ല. ഇനി ആർക്കും നടത്തട്ടെ എന്ന് വിചാരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു നല്ല ഡയാലിസിസ് സെൻ്റർ മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ കൊണ്ടോട്ടിയിൽ ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെ ഡയാലിസിസ് സെൻ്ററുകളുടെ ഐക്യൻ ആരാന്ന് ചോദിച്ചാൽ അത് PA ജബ്ബാറാജിയാണ് എന്നെല്ലാവരും പറയും. കേരളത്തിൽ എവിടെ ഡയാലിസിസ് സെൻ്റർ ഉദ്ഘാടനം സംഘടിപ്പിച്ചാലും ജബ്ബാറാജിയെ ക്ഷണിക്കും മുഖ്യാതിഥിയായിട്ട്. എന്താ? അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഇത്ര നല്ല എല്ലാ ആധുനിക സംവിധാനങ്ങളുള്ള ഡയാലിസിസ് സെൻ്റർ ഇന്ത്യയിൽ എവിടെയുമില്ല. അങ്ങനെയുള്ള ഒരു ഡയാലിസിസ് സെൻ്റർ നടത്തി നല്ല രീതിയിൽ പരിഗണനയാഗ്രഹിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയുടെ അമരത്തെത്താൻ ജബ്ബാറാജിക്ക് അവസരമൊരുക്കിയത്, പടച്ചവന് അനുഗ്രഹമുണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട ജബ്ബാറാജിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ കാഴ്ചപ്പാടോടുകൂടി ഈ ജില്ലയെ മുന്നോട്ട് നയിക്കാനും സാധ്യമാകും. അതിൻ്റെ സൂചനയാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. പ്രതിപക്ഷം ഭരണപക്ഷം എന്തായിരുന്നാലും ലോക്കൽ ബോഡിയിലില്ല. എന്നാൽ പോലും പേരിന് മാത്രം 2 കക്ഷികളായി മത്സരിക്കുമ്പോൾ കുറച്ച് ആളുകൾ തിരഞ്ഞെടുത്ത് വരും. അത് സ്വാഭാവികമാണ്. വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആളുമാണല്ലോ. അങ്ങനെ ഇല്ലാത്ത ഒരു ഭരണസമിതിയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി പറയുന്നത്, ഇവിടെ ഈ മറ്റു രാഷ്ട്രീയ മുന്നണികളുടെ ആളുകൾ സഭക്കകത്തില്ലെങ്കിൽ പോലും പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഈ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവരുടെ കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ ആർജവം കാണിച്ച ആദ്യത്തെ ഭരണാധികാരിയായിരിക്കും പ്രിയപ്പെട്ട ജബ്ബാറാജി. അത് നല്ല കാഴ്ചപ്പാടുള്ള ഒരു നേതാവ്. ആ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം ജബ്ബാറാജിക്കും ടീമിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മുടെ TV ഇബ്രാഹിം MLA, അത് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് MK റഫീഖാണ്. അവിടെ ആയതുകൊണ്ടാണ് വിളിക്കുന്നത്. വളരെ എടുത്തു വന്ന് നിന്നാലേ അവിടെ ഉണ്ട്. ഓക്കെ. വേദിയിലുള്ള MP-മാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ, പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള പ്രിയങ്കനായ PA ജബ്ബാറാജി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ നൽകിയൊരു പാരിതോഷികമായി ഈ സ്ഥാനലബ്ധി ജബ്ബാറാജിക്ക് അനുഭവപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിലെ
മറ്റെല്ലാ ജില്ലകൾക്കും മാതൃകയായിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ 7ാമത്തെ പ്രസിഡൻ്റായി അധികാരമേൽക്കുന്ന ജബ്ബാർ ഹാജിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും ഇനിയും കേരളത്തിൽ ചരിത്രപരമായ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെയായി പിന്നോക്കം നിന്നൊരു സമുദായം കൂടുതൽ താമസിക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലക്ക് അതിൻ്റേതായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിരവധി സമ്മോഹനമായ മുഹൂർത്തങ്ങൾ മലപ്പുറം ജില്ലയ്ക്കല്ല കേരളത്തിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ വിജയഭേരി പദ്ധതി കേരളത്തിൽ ആദ്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് IT പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലൂടെയാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി അക്ഷയ പദ്ധതി ആരംഭിച്ചത്. അങ്ങനെയുള്ള നിരവധി പദ്ധതികളിലൂടെ കടന്നുപോയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത്. ഉമ്മർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ജില്ലാ ആശുപത്രിയെ ജനകീയ സംരംഭമാക്കി മാറ്റിയെടുത്തുകൊണ്ട് പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജബ്ബാർ ഹാജിക്ക് അദ്ദേഹത്തിൻ്റെ ടീമിനും ഇതുപോലെയുള്ള എന്തെങ്കിലും പരിപാടികൾ, പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാകുമ്പോഴാണ് ഇന്ന് അമ്പരച്ചുംബിയായി നിൽക്കുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് പഞ്ചായത്താണ് ആദ്യമായി അതിന് തുടക്കം കുറിക്കുന്നത്. അതാണ് പിന്നീട് ഒരു സൊസൈറ്റിക്ക് കീഴിൽ മാറി ഇന്ന് കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കാരുണ്യ സ്ഥാപനമായി മാറിയിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികളുടെ ഈ ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ ജബ്ബാർ ഹാജിക്ക് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്കെല്ലാവർക്കും അറിയാം. മികച്ച സംഘാടകനും അതോടൊപ്പം തന്നെ ഭാവനാസമ്പന്നനായ ഒരു ഭരണാധികാരിയുമായി അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് രാജ്, നഗരസഭാ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. എല്ലാവരും ഭരണപക്ഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എങ്കിലും സാങ്കേതികമായി നമ്മൾ മത്സരിച്ച് വിജയിച്ച് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുമ്പോൾ എതിരായി മത്സരിച്ച ടീമിനെ നമ്മൾ പ്രതിപക്ഷം എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രതിപക്ഷത്തിന് പോലും സാധ്യതയില്ലാത്ത വിധം അവരുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ഭരണചക്രം കറക്കാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അമീദ് മാഷ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉപദേശം ഇവിടെ പറഞ്ഞു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരു 6 മാസത്തിലൊരിക്കൽ തന്നെയെങ്കിലും കേട്ടുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ പ്രിയങ്കരനായ ജബ്ബാർ ഹാജിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് നമസ്കാരം. MK റഫീഖ. പ്രിയപ്പെട്ട MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രിയപ്പെട്ട MLAമാർ, പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമുക്കറിയാം അധികാര വികേന്ദ്രീകരണം വന്ന് കേരള പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതിന് ശേഷം 6 ഭരണസമിതികളാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. 7ാമത്തെ ഭരണസമിതിയുടെ അധ്യക്ഷനായി പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി ഇന്ന് നമ്മുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും സന്തോഷവുമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്തായി മലപ്പുറത്തെ മാറ്റിയെടുക്കാൻ 30 വർഷത്തിന് ശേഷം സാധിച്ചു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവുമാണ്. നമുക്കറിയാം ഒട്ടേറെ വികസന പദ്ധതികൾ, അല്ലെങ്കിൽ ലോകത്തിനും രാജ്യത്തിനും മാതൃകയായ നിരവധിയായ പദ്ധതികൾ സമ്മാനിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻഗാമികൾ, ആ മുൻഗാമികൾ തുടങ്ങിവെച്ച പല പദ്ധതികളുമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും രാജ്യത്തും ലോകത്തൊക്കെ അത് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളായിരുന്നാലും കേരളത്തിൻ്റെ ജനങ്ങളായിരുന്നാലും അത് ഏറ്റെടുത്തത്. 2020 ഇതുപോലൊരു ഡിസംബർ 30 ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാം COVID-19 എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ബ്രീത്ത് ഈസി ചാലഞ്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഭരണസമിതിയുടെ തുടക്കമുണ്ടായിരുന്നതെങ്കിൽ, ഇവിടെ സൂചിപ്പിച്ച പോലെ കരൾ മാറ്റിവെച്ച ജില്ലയിലെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ. ആ ജില്ലയിലെ കരൾ മാറ്റിവെച്ച ആളുകൾക്ക് അത്താണിയാകാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് സാധിച്ചു. അത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലൂടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ദാരിദ്ര്യ ലഘൂകരണ രംഗത്തും കാർഷിക രംഗത്തും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലുമെല്ലാം ഞങ്ങളുടെ
അല്ലെങ്കിൽ മുൻഗാമികളും ഞങ്ങളും ഒക്കെ തുടക്കം കുറിച്ച് ഒരുപാട് ഒട്ടനവധി പദ്ധതികൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകുവാനും നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അൽബേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുള്ള പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദിയേല എന്ന് പറയുന്ന ഒരു മന്ത്രി ലോകത്താദ്യമായി വന്നു എന്ന അത്ഭുതത്തോടെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വലിയ സാധ്യത നമ്മുടെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നുകൂടി ഈ സമയത്ത് ആശംസിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം ആതുര സേവന രംഗത്ത് വളരെ മാതൃകയായ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിക്ക് ഈ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഭൂവിസ്തൃതിയിൽ 3-ാം സ്ഥാനത്തും ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുമുള്ള വലിയൊരു ജില്ലയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരിക്കും. ഒന്നാമത് പ്രതിപക്ഷമില്ല എന്ന് പറയുന്നത് തന്നെ വലിയ ആശങ്കയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒരിക്കൽ ഗാന്ധിജിയോട് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട് എന്താണ് ജനാധിപത്യം എന്ന് ചോദിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയോട് ഗാന്ധിജി പറയുന്ന ഒരു മറുപടിയുണ്ട്, ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിജയിക്കും, ആ വിജയിച്ച ആൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അതെന്തുകൊണ്ടാണ്? കൂടെ ഒരുപാട് ആളുകൾ ഓടാനുണ്ടായിരുന്നത് കൊണ്ടും അവർ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിജയിച്ചത് എന്നൊരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഗാന്ധിജി ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഒറ്റ കോടിയാൽ ആരും വിജയിക്കില്ല. ഇതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട ഗാന്ധിജിയുടെ വാക്കുകൾ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ജില്ലയുടെ അമരക്കാരായി അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ്റെ പ്രതിനിധിയായി നിങ്ങൾ ഓരോരുത്തരും ചുമതലയേൽക്കുമ്പോൾ ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ തെറ്റാതെ തകരാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിൽ നമുക്കറിയാം ഈ സംവിധാനത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ പ്രതിപക്ഷമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലൊരു സൗന്ദര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ ജയിപ്പിച്ച് വന്ന മെമ്പർമാർ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ഇനി ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷമില്ലാത്തൊരു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങളുടെ റോൾ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. വരുന്ന 5 വർഷക്കാലം ജില്ലക്ക് മാതൃകയായ പദ്ധതികൾ സമ്മാനിക്കണം. ഒപ്പം ഞങ്ങളുടെ മുൻഗാമികൾ തുടങ്ങി വെച്ച റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല നടത്തിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. 6 ആശുപത്രികളാണ് നമുക്കുള്ളത്. ഒട്ടനേകം പദ്ധതികൾ ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിൽ ആദ്യമായി ഒരു ഓങ്കോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത് തിരൂർ ജില്ലാ ആശുപത്രിയിലാണ്. നൂലാമാലകൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ആശുപത്രിയെ നമ്മളെങ്കിൽ ആ ഒരു ഓങ്കോളജി ബ്ലോക്കിനെ ആ നൂലാമാലകളൊക്കെ മാറ്റി നമ്മൾ തിരൂരിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഓരോ ആശുപത്രിയിലും നമ്മൾ നോക്കുമ്പോൾ ഒട്ടനേകം വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം പറയാനുള്ളത്, തനത് വരുമാനമില്ലാത്തൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ബഡ്ജറ്റിനകത്ത് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അലോക്കേഷനിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവേണ്ടത്. തനത് വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു ഗ്രാമപഞ്ചായത്തിനെ പോലെയുള്ള മുനിസിപ്പാലിറ്റിയെ പോലെയുള്ള തനത് വരുമാനമൊന്നുമില്ലാത്ത ഒരു സംവിധാനത്തിലേക്കാണ് നിങ്ങൾ വന്നത് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം തനിക്ക് ലഭ്യമാകുന്ന ഫണ്ട് കിട്ടുന്ന മുറക്ക് തന്നെ നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുവാനും ഇന്നും നിങ്ങളുടെ മുമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പദ്ധതി വിനിയോഗം നടത്തിയ ഒരു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. അതിലൊരു പോറലേൽക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം കൂടി, മുൻഗാമികൾ നമുക്ക് ഒരുപാട് പാതകൾ വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട്. ആ പാതയിലൂടെ നിങ്ങൾ നീങ്ങുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മറ്റു നൂതന ആശയങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നോവേറ്റീവായിട്ടുള്ള പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജില്ലയിൽ മാതൃക സൃഷ്ടിക്കാൻ ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഈ സമയം നല്ല മഹത്വമാണ്, ഇവിടെ ഉള്ളൊരു മഹത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പരമാവധി കുറച്ച് പറഞ്ഞ് നമ്മുടെ എന്താ പറയുക ഈ സമയത്ത് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പറയാണ്. പല രീതിയിലുള്ള എന്നാലും പറയേണ്ടത് പറയും വേണമല്ലോ. ഇനി അടുത്ത് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ KN ഖാദർ സാഹിബ്. ആദരണീയരായ നേതാക്കളെ, പുതുതായി ചുമതല ഏറ്റെടുത്ത എൻ്റെ മാന്യ സഹപ്രവർത്തകൻ ജബ്ബാർ ഹാജി,
ഈ ജില്ല അതെൻ്റെ പ്രസിഡൻ്റായി തീരുമ്പോൾ 3 ജില്ലകളുടെ പ്രസിഡൻ്റ് ഒരുമിച്ച് കൂടിയതാണ് എന്ന് ജബ്ബാർ ഹാജി മറക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ആയതുകൊണ്ട് തന്നെ 3 ജില്ലകളുടെ പ്രസിഡൻറ്റിന് തുല്യമായ പദവിയാണ് ജബ്ബാർ ഹാജി വഹിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ഓരോ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ശരാശരി 1.5 ലക്ഷം പേരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നും ഓർക്കണം. നിങ്ങൾ ഓരോ മെമ്പറും 1.5 ലക്ഷം പേരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ജനങ്ങളാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഇന്നിവിടെ സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ജനങ്ങളാണ് ഏറ്റവും ഉന്നതരായ അധികാരം മുഴുവൻ ജനങ്ങളിലാണ്. മഹാത്മാഗാന്ധി ഭരണം ഇന്ത്യക്ക് കിട്ടിയപ്പോൾ ഭരണാധികാരികളോട് പറഞ്ഞത്, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഏത് നടപടിയെടുക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അവന് സഹായകരമാണെങ്കിൽ അത് ചെയ്യുക എന്നാണ്. അതുപോലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശം കൂടിയാണ്. ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല. ദാറ്റ് ഈസ് കാൾഡ് മെജോറിറ്റേറിയനിസം, ഭൂരിപക്ഷാധിപത്യം. അതല്ല, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ പരിപാടി നടക്കുന്ന സ്ഥലം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആസ്ഥാനമായിരുന്നു, ഹൈ ബാരക്സ്. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്തും ഹൈ ബാരക്സിൽ പട്ടാളം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷമായതുകൊണ്ട് അത് ഇന്ത്യൻ പട്ടാളമായിരുന്നു എന്ന് മാത്രം. ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആസ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദാത്തമായി പടപൊരുതിയ ഒരു ജനതയുടെ പിൻഗാമികൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ആ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഓർമ്മയും വികസന കാര്യങ്ങളും. വികസനം പറയുമ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാലമാണ്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ ഇക്വാലിറ്റി, ഈ 3 ഫോർമുലയാണ്. അത് രാജ്യത്ത് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമാണ്. സോഷ്യൽ ഇക്വാലിറ്റി ഇല്ല, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും കുറവാണ്. ഞാൻ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നടക്കുന്നവരുടെ ഒരു പ്രസിഡൻ്റായതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് സുസ്ഥിര വികസനം എന്ന നിലയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ജബ്ബാർ ഹാജി വളരെ പരിചയസമ്പന്നനായ, വളരെ മിടുക്കനായ, ഊർജ്ജസ്വലനായ ഒരു പ്രസിഡൻ്റാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ പ്രസിഡൻറ്റിനും അംഗങ്ങൾക്കും ഭാവുകം നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ. ആലിപ്പറ്റ ജമീല. ഏറ്റവും ആദരണീയരായ നേതാക്കന്മാർ, MLA മാർ, പുതിയ പ്രസിഡന്റ് ജബ്ബാർ ഹാജി, മുൻ പ്രസിഡന്റ് റഫീഖ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുതിയ പ്രസിഡൻ്റായി ജബ്ബാർ ഹാജി സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കൂടുതൽ വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഓരോരുത്തരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സംസ്ഥാന തലത്തിലും രാജ്യത്തിനും ഒട്ടേറെ ശ്രദ്ധയാകർഷിച്ച പ്രൊജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. അത്തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിനും സാമൂഹ്യനീതിയോടുകൂടിയുള്ള പ്രാദേശിക വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്
കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പുതിയ പ്രസിഡന്റിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യരെ, ജനപ്രതിനിധികളായ MLA-മാർ, MP-മാർ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഈ ചടങ്ങിനെ ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട പൗരപ്രമുഖരെ, സഹോദരീ സഹോദരന്മാർ, വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മഹാനായ മഹാത്മാഗാന്ധി ഒരു നാടിൻ്റെ വികസനമെന്ന് പറയുന്നത് ഗ്രാമീണ തലത്തിലുള്ള പരിഹാരവും പരിചരണവുമാണ് എന്ന തത്വത്തിലാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ക്രിയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗ്രാമസ്വരാജ് എന്ന മുദ്രാവാക്യത്തിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിച്ചത്. ഗ്രാമസ്വരാജ് പ്രാവർത്തികമാക്കുന്നത് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഗതിമാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാന്യനായ രാജീവ് ഗാന്ധി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് കാണുകയും ഭരണഘടനാപരമായ ഒരു പിൻബലം അതിന് നൽകുകയും ചെയ്തതിന് ശേഷം ആ ഭരണഘടനാ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ നമ്മുടെ രാജ്യം ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ചതുപോലെ നടപ്പാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഭരണസമിതികൾ താഴെ തലങ്ങളിൽ വരികയും അതിലേറ്റവും അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ആ സംവിധാനത്തെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഒരു ജില്ലയുടെ ജനതയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റവും പ്രയാസപ്പെടുന്നവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന മുൻഗണനാക്രമത്തിൽ കടന്നു വന്നിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള പൂർവികരും കടന്നു വന്നിട്ടുള്ള പുതിയ നേതൃത്വവും അതിനനുബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഇരിക്കുന്നതും നമ്മൾ ഈ ചടങ്ങിനെ വീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റം, അത് ആരോഗ്യരംഗത്താവാം, വിദ്യാഭ്യാസ രംഗത്താവാം, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നിടത്താവാം, അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ബാപ്പു കുരുക്കളുടെയും ഒക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച, അതിന് നേതൃത്വം കൊടുത്ത ഒരു സംവിധാനത്തിൻ്റെ കയ്യിൽ തന്നെ ശക്തമായ അധികാരം കൈവന്നിരിക്കുക. ആ കൈവന്ന അധികാരത്തിൻ്റെ തലവനായിരിക്കാൻ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും ചുമതലപ്പെടുത്തിയിരിക്കുക. ജബ്ബാർ ഹാജിയുടെ പ്രവർത്തനത്തിൻ്റെ മികവിനെക്കുറിച്ച് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ മാതൃക പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ എങ്ങനെയാണോ വിനിയോഗിച്ചത്, അത് ഈ രാജ്യത്തെ സാധാരണക്കാരനും അടിച്ചമർത്തപ്പെട്ടവനും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതിബിംബങ്ങളായി മാറി നിന്നവരുടെയും രക്ഷയ്ക്ക് എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതേപോലെ പ്രവർത്തിക്കാൻ കഴിയും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിത്വമാണ് ജബ്ബാർ ഹാജി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ശക്തമായ പിൻബലവും ശക്തമായ ഇടപെടലുകളും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാനും വിനീതനായ ഒരു ജനപ്രതിനിധിയാണിതിൽ. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, പ്രതിപക്ഷമില്ലെങ്കിലും ഈ ജില്ലയുടെ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് വേണ്ടി തുടങ്ങി വെച്ചവരുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചക്കാരായി ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളോട് പ്രതിബദ്ധതാപൂർവമായി ഞങ്ങൾ പ്രവർത്തിക്കും. അതിന് ഞങ്ങൾക്ക് നേതൃത്വം തരാൻ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിക്ക് സാധിക്കും. അദ്ദേഹത്തിന് അതിന് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഇസ്മായിൽ മുത്തട്. പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 6 ഭരണസമിതി ചെയ്ത നല്ലതായ പ്രവൃത്തികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ കാലത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ വികസന പ്രവർത്തനങ്ങൾ മലപ്പുറത്തിന് സമ്മാനിക്കുവാനും 50 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്ത് 4 ജില്ലാ പഞ്ചായത്തിന് പകരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒന്നാണ്. ആ 50 ലക്ഷം ജനങ്ങളുടെയും വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെയും പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണയും അതോടൊപ്പം സഹകരണവും നിലവിലുള്ള ഭരണസമിതിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ UDF കൺവീനർ അഷ്റഫ്.
ബഹുമാന്യരായ നേതാക്കളെ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ 7ാമത്തെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഇവിടെ നേതാക്കന്മാരും കഴിഞ്ഞ പോയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമൊക്കെ ഈ ജില്ലയുടെ മാതൃകയെ സംബന്ധിച്ച് പറഞ്ഞു. തീർച്ചയായും ഈ പുതിയ 5 വർഷക്കാലത്ത് നല്ലൊരു മാതൃകയായി ഇന്ത്യയിലേക്ക് തന്നെ ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഈ പുതിയ ഭരണസമിതിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ, അതിന് കഴിവ് പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുകയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഉണ്ടാകും എന്നുകൂടി നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, നമ്മുടെ ഉമ്മർ സാഹിബും കൂടി 10 മിനിറ്റ് പറയും. നമ്മുടെ രാപ്പകൽ ഈ ജനകീയാസൂത്രണ സംവിധാനത്തിൻ്റെ ഒരു ആളാണല്ലോ. ഉമ്മർ സാഹിബ് ഇവിടെ വന്നോളി. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജബ്ബാർ ഹാജിയെയും അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള എല്ലാ അംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. അതേസമയം 100-ൽ 100 മാർക്കോടുകൂടി അധികാരത്തിലേക്ക് വരാൻ പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടമുണ്ട്, അവിടെ സഹപ്രവർത്തകരുണ്ട്. അവരെ കൂടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സംസാരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുതിയ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ രംഗത്തുണ്ടാവുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പറ്റുമെങ്കിൽ ആ പരീക്ഷണം കേരളത്തിൽ ആദ്യമായി നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് ഈ പഞ്ചായത്താവട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കാര്യത്തിലും മലപ്പുറം ജില്ല മോഡലാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല മോഡലാണ്. മലപ്പുറത്തിനെക്കുറിച്ച് പലരും അവിടെയും ഇവിടെയും ഒക്കെ പറയുന്ന പലതിനോടുമുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ജില്ലാ പഞ്ചായത്തിലെ ഈ സാന്നിധ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. റഹ്മാൻ ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റ് സമുദായങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയെ അനുമോദിക്കുന്നതിന് 2 വാക്കുകൾ മാത്രം പറയാനാണ് ഞാനിവിടെ നിന്നത്. ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മതമോ ജാതിയോ നിറമോ കുലമോ പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവർക്കും നന്മ ചെയ്യാനും ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് ജബ്ബാർ ഹാജി. അതുകൊണ്ട് തന്നെയാണ് വിനീതനായ എന്നെപ്പോലുള്ള ആളുകളും ഈ സ്റ്റേജിൽ വന്നിട്ടുള്ളത്. കേവല രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, മതരംഗത്ത്, സാംസ്കാരിക മേഖലയിൽ, ജീവകാരുണ്യ മേഖലയിൽ എല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാന്യനായ ജബ്ബാർ ഹാജി, അദ്ദേഹത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് പദവി അത് പൂർണ്ണമായും സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ അദ്ദേഹം വിനിയോഗിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. രാജ്യത്തിന് പുരോഗതി നൽകാൻ, സമൂഹത്തിന് ഉന്മേഷം പകരാൻ, ഐശ്വര്യം പകരാൻ എല്ലാറ്റിനും പറ്റുന്ന രീതിയിൽ
നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനാവട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കും ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവ്വവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഉമ്മർ അറക്കൽ. ഏറ്റവും ബഹുമാന്യനായ ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ടുള്ള ജബ്ബാർ ഹാജി സാഹിബ്, പ്രിയപ്പെട്ട ഹമീദ് മാസ്റ്റർ MLA, TV ഇബ്രാഹിം MLA, മറ്റു നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാർ, 1995 ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിജ്ഞാ ചടങ്ങ് മാത്രമാണ് ഇതുപോലെ കലക്ട്രേറ്റിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ളൂ. പിന്നീടുള്ള എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസിനകത്ത് വെച്ചാണ് നടത്തിയത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേകത ആ സംഗതിക്ക് കൂടിയുണ്ട്. 95 ശേഷം ആദ്യമാണ് പ്രതിപക്ഷത്തൊരു തരി പോലുമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനും അത് ശ്രദ്ധേയമാക്കുകയാണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായി. ജബ്ബാർ ഹാജിയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അതിലെല്ലാം ഒതുങ്ങി. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും മതരംഗത്തും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അടങ്ങുന്ന സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന കഴിവ് തെളിയിച്ച 5 കൊല്ലം ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെ ഇടയിൽ അധികാരങ്ങൾ വളരെ കുറഞ്ഞ, ഫണ്ടുകൾ വളരെ കുറഞ്ഞ ഒരു ഭരണ സംവിധാനമാണ്. എന്നാൽ പോലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥ്യത്തിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന തിളക്കമാർന്ന പരിപാടികൾ നടപ്പിലാക്കി ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തീർച്ചയായും മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ ഗംഭീരമായി മുന്നോട്ട് നയിക്കാൻ കോടിക്കണക്കിന് രൂപ സർക്കാരിൽ നിന്ന് ഗ്രാൻഡായി ലഭ്യമാകുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് ജില്ലയിലെ ഏറ്റവും വലിയ ജനകീയ സഭയുടെ അമരത്തിരുന്നു കൊണ്ട് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്ന, ആ പ്രതീക്ഷയെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ടീമിൽ നല്ല പരിചയസമ്പന്നരായ, നേരത്തെ പലതവണ ജില്ലാ പഞ്ചായത്തിൽ മെമ്പർമാരായി ഇരുന്നിട്ടുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായി ഇരുന്നിട്ടുള്ളവരാണ് കൂടെയുള്ളത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. കൈത്താങ്ങായി നല്ലൊരു ടീം ജബ്ബാർ ഹാജിയുടെ കൂടെ ഉള്ളത് കൊണ്ട് അതിഗംഭീരമായി ഭാവനാസമ്പന്നമായി ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃക കാണിക്കുന്ന രീതിയിലുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി കാഴ്ചവെക്കുവാൻ സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് സർക്കാരും ജനങ്ങളും വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ കാര്യത്തിൽ വളരെ മികവാർന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിലവിലുള്ള ജില്ലാ പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ ഈ സാമ്പത്തിക വർഷം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ആ രീതിയിൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ 100% എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മികവാർന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിക്ക് കാഴ്ചവെക്കുവാൻ സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ സർവ്വവിധ പിന്തുണയും ഈ പുതിയ ഭരണസമിതിക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് മനം നിറഞ്ഞ ആശംസകൾ നേരെയാണ്. മലപ്പുറം ജില്ല നീലഗിരി കുന്നുകളിൽ നിന്ന് തുടങ്ങി അറബിക്കടൽ വരെ പരന്നു കിടക്കുന്ന മലയോരവും കടലോരവുമുള്ളൊരു വലിയ ജില്ലയാണ്. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായി
പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി ഇവിടെ പറഞ്ഞതുപോലെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയ ഉത്തരവാദിത്തം. ഇവിടെ ഉമ്മർ അറക്കൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ 95 മുതൽ ഇന്ന് വരെയുള്ള ജില്ലാ പഞ്ചായത്തുകൾക്കപ്പുറത്ത് ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളും നൽകിയ ഒരു വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഇതിനെ നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷക്കൊത്തുയരാനും പ്രവർത്തിക്കാനും പുതിയ അധ്യക്ഷനും ഭരണസമിതിക്കും കഴിയട്ടെ. നല്ലൊരു ടീം ഇവിടെ ഉണ്ട്. ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അംഗങ്ങളാണ്. നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. നമുക്കൊക്കെ അറിയാം, മലപ്പുറം ജില്ലയുടെ കീർത്തി ദേശീയ തലത്തിൽ ഉയർത്തിയ പ്രിയപ്പെട്ട AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കേറ്റ് സിംജി UDFൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉച്ചയ്ക്ക് ശേഷം മത്സരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇവിടെ വെച്ച് തന്നെ സത്യപ്രതിജ്ഞയും ഇതുപോലുള്ള അനുമോദന ചടങ്ങും വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകും. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജബ്ബാർ ഹാജിക്കും ടീമിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മുടെ അഹമ്മദ് സാജു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇംപ്രഷനൊക്കെ നല്ല ഓക്കെ ആയിട്ടുണ്ട്. ആ ബെസ്റ്റ് ഇംപ്രഷനിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കണം എന്നാണ് ഇവിടെ എല്ലാവരും ആണയിട്ട് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് എന്നും ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിലൊരു മലപ്പുറം ടച്ചുണ്ട്. ആ ടച്ച് ഉണ്ടാകണം. അത് പാലിയേറ്റീവ് രംഗത്തായാലും അക്ഷയ പോലെയുള്ള IT രംഗത്തായാലും കുടുംബശ്രീയുടെ രംഗത്തായാലും നേരത്തെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ജില്ലയിൽ നടപ്പാക്കിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു മലപ്പുറം ടച്ചുണ്ട്. കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിക്ക് ഒരു മലപ്പുറം ടച്ചുണ്ട്. അതുപോലെ ഇതുപോലെ ഇനി വരാനിരിക്കുന്ന ഭരണസമിതിക്കും നല്ല കഴിവുള്ള നല്ല ചെറുപ്പക്കാരുമുള്ള നല്ല യുവനിര തന്നെ ഈ ജില്ലാ പഞ്ചായത്തിലുണ്ട്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതുപോലൊരു ചടങ്ങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാ നേതാക്കളും എല്ലാ ആളുകളും ഇതേ സമയം ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത് നമ്മുടെ പ്രസിഡന്റിന് നമ്മുടെ AP സ്മിജി ബൊക്ക നൽകും. പിന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയങ്കരനായ ഹമീദ് സാഹിബ് പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റ്. ഒരിക്കലൂടെ പറയാണ്, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇതേപോലെ പരിപാടിയുണ്ട്, എല്ലാവരും സംബന്ധിക്കണം. ഇനി ഈ അനുമോദന ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ അമരക്കാരനായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരനായ PA ജബ്ബാർ ഹാജി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കും. ചീക്കോട് പഞ്ചായത്ത് ഡയാലിസിസ് സെൻ്ററിൻ്റെ കൺവീനർ. നിലപാടിന്റെ കരുത്തു പകർന്ന് നേരി നയിക്കും നായകന്, കരളുറപ്പിൻ നേതാവ്, കരളെ പ്രിയരേ ജബ്ബാർ ഹാജി, തോണിയാറിലെ കാലത്തും ഗോളിയോറിലെ കാലത്തും തീപ്പൊരിയായി പറന്നൊരു പേരാം, അഞ്ഞൊടിച്ച കൊടുങ്കാറ്റോ ശക്തിയുള്ള പേമാരിയിലും
പതറുകയില്ല, ചിതറുകയില്ല. പതറുകയില്ല, ചിതറുകയില്ല. ജബ്ബാർ ഹാജി നായകരാം, മലപ്പുറത്തിൻ നായകനാം. അസ്സലാമു അലൈക്കും. മറ്റ് മതസ്ഥർക്ക് എൻ്റെ വിനീതമായ വന്ദനം. ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഈ എൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപ്രവർത്തകന്മാർ, മുന്നണി പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ എന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം പാണക്കാട്ട് വന്നപ്പോൾ തങ്ങൾ എനിക്ക് ഈ തൊപ്പി തലയിൽ വെച്ച് തന്നു. അതൊരു ആലങ്കാരികമായതല്ല, അതൊരു ഉത്തരവാദിത്വത്തിൻ്റെ തൊപ്പിയാണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ എനിക്കേറെ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. ഞങ്ങൾ ഒരാളായിട്ടല്ല, ഈ 33 പേരും ഞങ്ങളൊരു വിങ്ങായി, ഒരു ടീമായി ഈ ജില്ലയുടെയും ഈ നാട്ടിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിലും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റവും നടത്തും. ഞങ്ങളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം പ്രിയപ്പെട്ട പാർട്ടിയും മുന്നണിയും അത് അഭിമാനബോധത്തോടെ തല ഉയർത്തി നിൽക്കാനല്ലാതെ അപമാനഭാരത്തോടെ തല താഴ്ത്താൻ ഒരിക്കലും ഇടവരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പ്രതിപക്ഷം ഇല്ല എന്നത് ഒരു ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണെങ്കിലും പ്രതിപക്ഷ അംഗങ്ങളെ ഇല്ലാത്തതുള്ളൂ, പ്രതിപക്ഷ പാർട്ടികളുണ്ട്. അവരോട് ഞങ്ങൾ എല്ലാ കാര്യവും, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നയപരമായ ചില പ്രശ്നങ്ങൾ അവരുമായി കൂടി ചർച്ച ചെയ്യും. വികസനപരമായ കാര്യങ്ങൾ എന്നുകൂടി എൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ പാണക്കാട് തങ്ങൾ ഒരൊറ്റ വാക്കേ പറഞ്ഞു, 1500-ലേറെ മെമ്പർമാരെ മുൻനിർത്തി സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജയിച്ചതല്ല ജയിപ്പിച്ചതാണെന്ന്. ആ ബോധ്യവും ഞങ്ങൾക്ക് ഉടനീളമുണ്ടാവും, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നൽകിയ സ്വീകരണത്തിനും മറ്റും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വിനയാതനായി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം.